ഹലോ, എല്ലാവർക്കും സ്റ്റോറി ടെല്ലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഹാരി പോട്ടർ ആൻഡ് ദ ഓർഡർ ഓഫ് ദ ഫീനിക്സിന്റെ ബാക്കിയാണ് കേൾക്കാൻ പോകുന്നത്. പേഴ്സിയുടെ ഒരു ലെറ്റർ റോണിന് വരുന്നതും റോൺ അത് പാടെ അവഗണിക്കുകയും തുടർന്ന് ഹെർമിയോണി അവരെ ഹോംവർക്കിൽ സഹായിക്കുകയും ചെയ്യുന്നിടത്താണ് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത്. സോ വിതൗട്ട് ഫർദർ ഡ്യൂ, ലെറ്റ്സ് ഗെറ്റ് ജംപ് ഇൻടു ദ സ്റ്റോറി. അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. കോമൺ റൂമിൽ അവർ 3 പേരും ക്രൂക്ക്ഷാങ്സും മാത്രമായി. ഹെർമിയോണിയുടെ ക്വിൽ അവരുടെ ഉപന്യാസങ്ങളിൽ വാക്യങ്ങൾ മാറ്റുന്നതിന്റെ ഉരസൽ ശബ്ദവും മേശപ്പുറത്ത് ചിതറിക്കിടക്കുന്ന അനുബന്ധ പുസ്തകങ്ങളുടെ പേജുകളുടെ ഞരക്കവും അവശേഷിച്ചു. ഹാരി നിരാശനായിരുന്നു. ആ കത്ത് അവന്റെ നെഞ്ചുലച്ചിരിക്കുന്നു. ഹോഗ്വാർട്സിലുള്ള പകുതി പേരും തന്നെ വട്ടനായി കരുതിയെന്ന് അവൻ അറിയാമായിരുന്നു. ഡെയിലി പ്രോഫറ്റ് മാസങ്ങളായി തന്നെ പരിഹസിക്കുന്നത് അവൻ അറിയാമായിരുന്നു. പക്ഷേ പേഴ്സിയുടെ കൈയക്ഷരത്തിൽ അത് കണ്ടത് അവനെ വിഷമിപ്പിച്ചു. പേഴ്സി റോണിനോട് തന്നെ ഉപേക്ഷിക്കാനും അംബ്രിഡ്ജിനോട് തന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാനും ഉപദേശിച്ചിരിക്കുന്നു. ഇതവന്റെ അവസ്ഥ കൂടുതൽ പരിതാപകരമാക്കി. 4 വർഷമായി പേഴ്സിയെ അവൻ അറിയാം. വേനലവധിക്കാലത്ത് അവന്റെ വീട്ടിൽ താമസിച്ചിരുന്നു. ക്വിഡിച്ച് ലോകകപ്പ് സമയത്ത് അവനോടൊപ്പം ഒരു കൂടാരത്തിൽ കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ട്രൈവിസാർഡ് ടൂർണമെന്റിന്റെ 2ാമത്തെ ടാസ്കിൽ അവന്റെ മുഴുവൻ മാർക്കും തനിക്ക് നൽകിയിരുന്നു. എന്നിട്ടും ഇപ്പോൾ പേഴ്സി അവനെ മനോനില തെറ്റിയവനെന്നും അക്രമാസക്തനെന്നും വിശേഷിപ്പിക്കുന്നു. സിറിയസിന് മാത്രമേ തന്റെ വികാരങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഹാരി കരുതി. കാരണം സിറിയസും ഇതേ അവസ്ഥയിൽ കടന്നുപോയിരുന്നു. മാന്ത്രിക ലോകത്തിലെ മിക്കവാറും എല്ലാവരും സിറിയസിനെ അപകടകാരിയായ കൊലപാതകയായും വോൾഡമോർട്ടിന്റെ സപ്പോർട്ടറുമായി കരുതി. 14 വർഷത്തോളം അയാൾക്ക് ആ അറിവോടെ ജീവിക്കേണ്ടി വന്നു. ഹാരി ഒന്ന് കണ്ണു ചിമ്മി. കാണാൻ സാധ്യതയില്ലാത്ത എന്തോ ഒന്ന് തീയിൽ അവൻ കണ്ടു. അത് കാഴ്ചയിൽ വന്ന് ഉടനെ അപ്രത്യക്ഷമായി. ഇല്ല, അങ്ങനെ വരാൻ സാധ്യതയില്ല. സിറിയസിനെ കുറിച്ച് ചിന്തിച്ചിരുന്നതിന്റെ ഫലമായി സങ്കല്പിച്ചതാകാം. ഇതെഴുതിക്കോ, ഹെർമിയോണി റോണിനോട് പറഞ്ഞു. അവന്റെ ഉപന്യാസവും സ്വന്തമായി എഴുതിയ ഒരു ഷീറ്റും റോണിന് തിരികെ നൽകി. ഞാൻ എഴുതിയ ഈ കൺക്ലൂഷൻ ചേർത്ത് കൊടുത്താൽ മതി. ഹെർമിയോണി, സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും വണ്ടർഫുൾ പേഴ്സൺ നീയാണ്, റോൺ തളർച്ചയോടെ പറഞ്ഞു. ഇനി ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് മോശമായി പെരുമാറിയാൽ അന്ന് നീ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിയെന്ന് ഞാൻ മനസ്സിലാക്കിക്കോളാം. ഹെർമിയോണി ചിരിച്ചു. ഹാരി, അവസാനത്തെ ഈ ഭാഗം ഒഴികെ നിന്റേത് കുഴപ്പമില്ല. പ്രൊഫസർ സിനിസ്റ്റർ പറഞ്ഞത് നീ തെറ്റായി കേട്ടതാകാം. ഹാരി കസേരയിൽ മുട്ടുകുത്തി നിന്ന് നെരിപ്പോടിലേക്ക് ഏന്തി തീജ്വാലകൾ നോക്കി നിൽക്കുകയായിരുന്നു. ഹാരി, റോൺ വിളിച്ചു. നീ എന്താ നോക്കുന്നത്? ഞാൻ സിറിയസിന്റെ തല തീയിൽ കണ്ടു, ഹാരി പറഞ്ഞു. അവൻ വളരെ ശാന്തനായിരുന്നു. കഴിഞ്ഞ വർഷം അതേ തീയിൽ സിറിയസിന്റെ തല അവൻ കണ്ടിരുന്നു, അതിനോട് സംസാരിച്ചിരുന്നു. എന്നിരുന്നാലും ഇത്തവണ അവനത് ശരിക്കും കണ്ടതാണോ എന്ന് അവൻ ഉറപ്പില്ല. അത് പെട്ടെന്ന് അപ്രത്യക്ഷമായിരുന്നു. സിറിയസിന്റെ തലയോ? ഹെർമിയോണി ആവർത്തിച്ചു. മുമ്പ് ട്രൈവിസാർഡ് ടൂർണമെന്റിനിടെ വന്നതുപോലെ വന്നു എന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? പക്ഷെ അങ്ങനെ അദ്ദേഹത്തിന് ഇപ്പോൾ ചെയ്തുകൂടാ. സിറിയസ്? അവൾ ശ്വാസമടക്കി തീയിലേക്ക് നോക്കി. റോൺ തന്റെ ക്വിൽ താഴെയിട്ടു. നൃത്തം ചെയ്യുന്ന തീജ്വാലകൾക്ക് നടുവിൽ സിറിയസിന്റെ തലയിരിക്കുന്നു. അയാളുടെ പുഞ്ചിരിക്കുന്ന മുഖത്തിന് ചുറ്റും നീണ്ട കറുത്ത മുടി കാണാം. എല്ലാവരും പോകുന്നതിന് മുമ്പ് നീ ഉറങ്ങാൻ പോകുമോ എന്ന പേടിയിലായിരുന്നു ഞാൻ, അയാൾ പറഞ്ഞു. ഞാൻ ഓരോ മണിക്കൂറിലും വന്ന് നോക്കുകയായിരുന്നു. ഓരോ മണിക്കൂറിലും തീയിലേക്ക് പൊങ്ങി വന്നിരുന്നെന്നോ? ഹാരി ചിരിച്ചു. പരിസരം ഒഴിഞ്ഞോ എന്ന് നോക്കാൻ കുറച്ച് നിമിഷങ്ങൾ മാത്രം. പക്ഷെ നിങ്ങളെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിലോ? ഹെർമിയോണി ആകാംക്ഷാഭരിതയായി. ഒരു പെൺകുട്ടി കണ്ടിരുന്നു, ഫസ്റ്റ് ഇയർ. ഒരു നോട്ടം കണ്ടതാകാം, പക്ഷേ കുഴപ്പമില്ല. ഹെർമിയോണി വായിൽ കൈവച്ചപ്പോൾ സിറിയസ് തിടുക്കത്തിൽ കൂട്ടിച്ചേർത്തു.
അവൾ എന്നെ തിരിഞ്ഞു നോക്കിയ നിമിഷം ഞാൻ പോയി. എന്തോ ഒരു വിചിത്രമായ ആകൃതിയിലുള്ള തടിയാണെന്നോ മറ്റോ കരുതിയിരിക്കാം, ഉറപ്പ്. പക്ഷെ സിറിയസ്, ഇത് ഭയങ്കര റിസ്ക് ആണ്. ഹെർമിയോനി തുടങ്ങി. നീ മൂളിയെ പോലെയാണ് സംസാരിക്കുന്നത്, സിറിയസ് പറഞ്ഞു. കോഡ് ഉപയോഗിക്കാതെ ഹാരിയുടെ കത്തിന് മറുപടി നൽകാൻ എനിക്ക് തോന്നിയ ഒരേ ഒരു മാർഗം ഇതായിരുന്നു. കോഡുകൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പെട്ടെന്ന് കഴിയും. ഹാരിയുടെ കത്തിന്റെ കാര്യം കേട്ടപ്പോൾ ഹെർമിയോനിയും റോണും അവന് തിരിഞ്ഞു നോക്കി. നീ സിറിയസിന് കത്തെഴുതിയത് പറഞ്ഞില്ലല്ലോ, ഹെർമിയോനി കുറ്റപ്പെടുത്തി. ഞാൻ മറന്നുപോയി, ഹാരി പറഞ്ഞു. അത് തികച്ചും സത്യമാണ്. അവളറിയിൽ ചോയുമായുള്ള കൂടിക്കാഴ്ച അവന്റെ മനസ്സിൽ നിന്ന് അതിനു മുമ്പുള്ളതെല്ലാം മായ്ച്ചിരുന്നു. എന്നെ അങ്ങനെ നോക്കണ്ട ഹെർമിയോനി. ആർക്കും അതിൽ നിന്ന് രഹസ്യ വിവരങ്ങൾ ലഭിക്കാൻ സാധ്യതയില്ല, അല്ലേ സിറിയസ്? അതെ, അത് വളരെ നല്ല രീതിയിലായിരുന്നു, സിറിയസ് പുഞ്ചിരിച്ചുകൊണ്ട് യോജിച്ചു. എന്തായാലും ആരെങ്കിലും വരുന്നതിന് മുമ്പ് കാര്യത്തിലേക്ക് കടക്കാം. നിന്റെ സ്കാറിനെ കുറിച്ച് എന്ത്? റോൺ ചോദിക്കാൻ തുടങ്ങിയതും ഹെർമിയോണി അവനെ തടസ്സപ്പെടുത്തി. പിന്നീട് പറയാം, സിറിയസ് വേഗം പറ. ശരി, വേദന അത്ര സുഖമുള്ളതല്ലെന്ന് എനിക്കറിയാം. പക്ഷേ അത് ശരിക്കും വിഷമിക്കേണ്ട കാര്യമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കഴിഞ്ഞ വർഷം മുഴുവൻ അത് വേദനിച്ചു കൊണ്ടിരുന്നു, അല്ലേ? അതെ, വോൾഡമോർട്ടിന് ശക്തമായ ഒരു വികാരം തോന്നുമ്പോഴെല്ലാം അത് സംഭവിക്കുമെന്ന് ഡംബിൾഡോർ പറഞ്ഞിട്ടുണ്ട്. പതിവ് പോലെ ഒരു അവഗണനാ സ്വരത്തിൽ ഹാരി പറഞ്ഞു. റോണും ഹെർമിയോണിയും പരസ്പരം നോട്ടം കൈമാറി. അപ്പോൾ ഒരുപക്ഷെ എൻ്റെ ഡിറ്റൻഷൻ രാത്രിയിൽ അയാൾക്ക് എന്തോ ദേഷ്യമോ മറ്റോ തോന്നിയിരിക്കാം, എനിക്കറിയില്ല. വെൽ, ഇപ്പോൾ അവൻ തിരിച്ചു വന്നിരിക്കുന്നു. ഇത് കൂടുതൽ തവണ വേദന ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, സിറിയസ് അറിയിച്ചു. അപ്പോൾ ഞാൻ ഡിറ്റൻഷനിലായിരുന്നപ്പോൾ അംബ്രിഡ്ജ് എന്നെ സ്പർശിച്ചതിൽ അതിനൊരു ബന്ധവുമില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? ഹാരി ചോദിച്ചു. അങ്ങനെ കരുതാം, സിറിയസ് പറഞ്ഞു. എനിക്കവളെ നന്നായി അറിയാം. അവളൊരു ഡെത്ത് ഈറ്റർ അല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവൾ അങ്ങനെ ആകാൻ പോകുന്ന ഒരു വൃത്തികെട്ട ജീവിയാണ്. ഹാരിയുടെ സ്വരം കടുത്തു. റോണും ഹെർമിയോണിയും ശക്തമായി തലയാട്ടി അത് സമ്മതിച്ചു. അതെ ഹാരി, പക്ഷേ ഈ ലോകത്ത് നല്ല ആളുകളും ഡെത്ത് ഈറ്റേഴ്സും മാത്രമല്ല, സിറിയസ് ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. അവളൊരു മോശമാളായിരിക്കാം, അറിയാം. എന്നാലും റീമസ് അവളെക്കുറിച്ച് പറയുന്നത് നീ കേൾക്കണം. ലൂപ്പിൻ അവളെ അറിയാമോ? ആദ്യ ക്ലാസ്സിൽ അപകടകാരികളായ ഹാഫ് ബ്രീഡ്സിനെ കുറിച്ചുള്ള അംബ്രിഡ്ജിന്റെ അഭിപ്രായങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് ഹാരി പെട്ടെന്ന് ചോദിച്ചു. ഇല്ല, സിറിയസ് പറഞ്ഞു. പക്ഷേ 2 വർഷം മുമ്പ് അവൾ ഒരുതരം വിയർവോൾഫ് വിരുദ്ധ നിയമനിർമ്മാണം നടത്തി. അതയാൾക്ക് ജോലി ലഭിക്കുന്നത് ബുദ്ധിമുട്ടാക്കി. അക്കാലത്ത് ലൂപ്പിൻ എത്രമാത്രം നിരാശനായിരുന്നുവെന്ന് ഹാരിക്ക് ഓർമ്മ വന്നു. അതവന്റെ അംബ്രിഡ്ജിനോടുള്ള അനിഷ്ടം കൂടുതൽ ആഴത്തിലാക്കി. അവൾക്ക് വിയർവോൾഫിനോട് എന്താണിത്ര വിരോധം? ഹെർമിയോണി ദേഷ്യത്തോടെ ചോദിച്ചു. പേടിയായിരിക്കണം. അവളുടെ കോപം കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് സിറിയസ് പറഞ്ഞു. പാതി മനുഷ്യരെ അവൾക്ക് വെറുപ്പാണ്. അങ്ങനെയുള്ളവരെ കൂട്ടമായി ഒറ്റപ്പെടുത്തണമെന്ന് കഴിഞ്ഞ വർഷവും അവൾ പ്രചാരണം നടത്തിയിരുന്നു. ക്രീച്ചർ പോലുള്ള നീചന്മാർ സ്വതന്ത്രരായി നടക്കുമ്പോഴാണ് ഇത്തരം ആളുകളെ പീഡിപ്പിക്കാൻ സമയവും ഊർജവും പാഴാക്കുന്നത്. റോൺ ചിരിച്ചു. പക്ഷേ ഹെർമിയോണി അസ്വസ്ഥയായി കാണപ്പെട്ടു. സിറിയസ്, അവൾ പറഞ്ഞു തുടങ്ങി. സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രമിച്ചാൽ ക്രീച്ചർ ശരിയാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാത്തിനുമുപരി നിങ്ങൾ മാത്രമാണ് അവന്റെ കുടുംബം. പ്രൊഫസർ ഡംബിൾഡോർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അംബ്രിഡ്ജിന്റെ ക്ലാസ് എങ്ങനെ? സിറിയസ് തടസ്സപ്പെടുത്തി. അവൾ നിങ്ങളെയെല്ലാം ഹാഫ് ബ്രിഡ്സിനെ കൊല്ലാൻ പരിശീലിപ്പിക്കുകയാണോ? ഇല്ല. ക്രീച്ചറിനെ അനുകൂലിക്കാൻ വന്ന ഹെർമിയോണിയുടെ അപമാനകരമായ നോട്ടം അവഗണിച്ചുകൊണ്ട് ഹാരി പറഞ്ഞു. അവൾ നമ്മളെ മാജിക്കെ ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ല. അതെ, ഞങ്ങൾ ആകെ ചെയ്യുന്നത് ആ മണ്ടൻ പാഠപുസ്തകം വായിക്കുക എന്നത് മാത്രമാണ്, റോൺ പറഞ്ഞു. ആഹാ, അത് ശരി, ഇപ്പോഴാണ് കാര്യങ്ങൾ വ്യക്തമായത്, സിറിയസ് പറഞ്ഞു. ഞങ്ങൾക്ക് ലഭിച്ച വിവരമനുസരിച്ച് ഫഡ്ജ് നിങ്ങൾക്ക് പോരാട്ട പരിശീലനം തരാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. പോരാട്ട പരിശീലനമോ? ഹാരി അവിശ്വസനീയതയോടെ ആവർത്തിച്ചു. അയാൾ എന്താണ് കരുതുന്നത്? നമ്മളിവിടെ മാന്ത്രിക സൈന്യത്തെ രൂപപ്പെടുത്തുന്നെന്നോ? അതെ, സിറിയസ് വ്യക്തമാക്കി.
അല്ലെങ്കിൽ ഡംബിൾഡോർ അതാണ് ചെയ്യുന്നതെന്ന് അയാൾ ഭയപ്പെടുന്നു. മിനിസ്ട്രി ഓഫ് മാജിക്കിനെ നേരിടാൻ കഴിയുന്ന സ്വന്തം സ്വകാര്യ സൈന്യത്തെ രൂപപ്പെടുത്തുന്നു എന്ന്. ഒരു നിമിഷത്തെ ഇടവേള. പിന്നെ റോൺ പറഞ്ഞു, ലൂണ ലവ്ഗുഡ് പറഞ്ഞ കാര്യങ്ങളടക്കം എടുത്താലും ഞാൻ ഇതുവരെ കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയ മണ്ടത്തരം ദേ ഇതാണ്. അതായത് മന്ത്രാലയത്തിനെതിരെ മന്ത്രങ്ങൾ പ്രയോഗിക്കുമെന്ന് ഫഡ്ജ് ഭയപ്പെടുന്നതിനാൽ ഡിഫൻസ് എഗെയിൻസ്റ്റ് ദ ഡാർക്ക് ആർട്സിൽ അത് പഠിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ തടയുന്നു എന്ന് ഹെർമിയോണി ദേഷ്യത്തോടെ പറഞ്ഞു. അതെ, സിറിയസ് മറുപടി നൽകി. അധികാരം പിടിച്ചെടുക്കാൻ ഡംബിൾഡോർ എന്തും ചെയ്യുമെന്ന് ഫഡ്ജ് കരുതുന്നു. ഡംബിൾഡോറിനെ കുറിച്ച് അയാൾക്ക് ദിവസം ചെല്ലുന്തോറും ആദി കൂടുന്നു. കെട്ടിച്ചമച്ച എന്തെങ്കിലും കുറ്റം ചുമത്തി ഡംബിൾഡോറിനെ അറസ്റ്റ് ചെയ്യുന്ന കാലം പോലും വിദൂരമല്ല. ഇത് ഹാരിയെ പേഴ്സിയുടെ കത്ത് ഓർമ്മിപ്പിച്ചു. നാളെ ഡെയിലി പ്രോഫിറ്റിൽ ഡംബിൾഡോറിനെ കുറിച്ച് എന്തെങ്കിലും വരുന്നുണ്ടോ? റോണിന്റെ സഹോദരൻ പേഴ്സി അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു. എനിക്കറിയില്ല, സിറിയസ് പറഞ്ഞു. ഈ ആഴ്ച ഓർഡറിൽ നിന്നുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല. അവരെല്ലാം തിരക്കിലാണ്. ഞാനും ക്രീച്ചറും ഇവിടെ. സിറിയസിന്റെ സ്വരത്തിൽ കയ്പ് നിറഞ്ഞു. അപ്പോൾ ഹാഗ്രിഡിനെ കുറിച്ചും ഒന്നും അറിഞ്ഞില്ലേ? ആ, സിറിയസ് ഓർത്തു. അവൻ ഈ സമയമാകുമ്പോഴേക്കും തിരിച്ചെത്തേണ്ടതായിരുന്നു. അവന് എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും അറിയില്ല. പിന്നെ അവരുടെ ദുഃഖിതമായ മുഖങ്ങൾ കണ്ട് അയാൾ പെട്ടെന്ന് കൂട്ടിച്ചേർത്തു. പക്ഷേ ഡംബിൾഡോറിന് ആശങ്കയൊന്നുമില്ല കേട്ടോ. അതിനാൽ നിങ്ങൾ 3 പേരും വിഷമിക്കേണ്ട. ഹാഗ്രിഡ് സുഖമായിരിക്കുന്നുവെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ തിരിച്ചെത്തേണ്ടതായിരുന്നെങ്കിൽ? ഹെർമിയോണി ഉത്കണ്ഠാകുലയായി. മാഡം മാക്സിം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവരുമായി ബന്ധപ്പെട്ടിരുന്നു. വീട്ടിലേക്കുള്ള യാത്രയിൽ അവർ വേർപിരിഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് പരിക്കേറ്റു എന്നോ അല്ലെങ്കിൽ സുഖമില്ലെന്നോ സൂചിപ്പിക്കുന്ന ഒരു സൂചനയും ഇല്ല. ബോധ്യപ്പെടാതെ ഹാരിയും റോണും ഹെർമിയോണിയും പരസ്പരം നോക്കി. നോക്ക്, ഹാഗ്രിഡിനെ കുറിച്ച് അധികം ചോദ്യങ്ങൾ ചോദിക്കരുത്. സിറിയസ് തിടുക്കം കൂട്ടി. അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല എന്ന വസ്തുതയിലേക്ക് അത് കൂടുതൽ ശ്രദ്ധ ആകർഷിക്കും. ഡംബിൾഡോർ അത് ആഗ്രഹിക്കുന്നില്ല. ഹാഗ്രിഡ് ശക്തനാണ്. അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല. അവർ ഇതിൽ സന്തോഷിച്ചില്ലെന്നത് സിറിയസ് ശ്രദ്ധിച്ചു. അതിരിക്കട്ടെ, നിങ്ങളുടെ അടുത്ത ഹോക്സ്മീഡ് വാരാന്ത്യം എപ്പോഴാണ്? ഞാൻ ചിന്തിക്കുകയായിരുന്നു. സ്റ്റേഷനിൽ നായവേഷം ധരിച്ച് എനിക്ക് വരാൻ പറ്റി. അതുപോലെ ഞാൻ... വേണ്ട, ഹാരിയും ഹെർമിയോണിയും ഒരുമിച്ച് വളരെ ഉച്ചത്തിൽ എതിർത്തു. സിറിയസ്, നിങ്ങൾ ഡെയിലി പ്രോഫിറ്റ് വായിച്ചില്ലേ? ഹെർമിയോണി ആകുലതയോടെ ചോദിച്ചു. ഓ, അത്... സിറിയസ് ചിരിച്ചു. ഞാൻ ഇവിടെയാണെന്ന് അവർ എപ്പോഴും ഊഹിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് സത്യത്തിൽ ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. അതെ, പക്ഷെ ഇത്തവണ അവർക്ക് കിട്ടിയെന്ന് ഞങ്ങൾ കരുതുന്നു, ഹാരി പറഞ്ഞു. ട്രെയിൻ വെച്ച് മാൽഫോയ് പറഞ്ഞ എന്തോ ഒന്ന് നിങ്ങളെ തിരിച്ചറിഞ്ഞ പോലായിരുന്നു. അവൻ്റെ അച്ഛൻ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നു, സിറിയസ്, ലൂഷ്യസ് മാൽഫോയ്. അതുകൊണ്ട് നിങ്ങൾ എന്തു വന്നാലും ഇങ്ങോട്ട് വരരുത്. മാൽഫോയ് നിങ്ങളെ വീണ്ടും തിരിച്ചറിഞ്ഞാൽ... ശരി ശരി, എനിക്ക് മനസ്സിലായി, സിറിയസ് ഏറ്റവും അതൃപ്തിയോടെ പറഞ്ഞു. ഒരു ആശയം പറഞ്ഞെന്നേ ഉള്ളൂ. നിനക്ക് കാണാൻ താല്പര്യമുണ്ടാകുമെന്ന് കരുതി. എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ നിങ്ങളെ അസ്കബാനിലേക്ക് തിരികെ അയക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഹാരി തന്റെ ഭാഗം വ്യക്തമാക്കി. സിറിയസ് ഒരു നിമിഷം തീയിൽ നിന്ന് ഹാരിയെ നോക്കി. നീ നിന്റെ അച്ഛനെ പോലെയല്ല. നിരാശയോടെ ഒടുവിൽ അയാൾ പറഞ്ഞു. ഇതുപോലുള്ള റിസ്ക് ഏറ്റെടുക്കാൻ ജെയിംസിന് എപ്പോഴും ഇഷ്ടമായിരുന്നു. നോക്ക്, ശരി, ഞാൻ പോകുന്നതാണ് നല്ലത്. ക്രീച്ചർ വരുന്നുണ്ടെന്ന് തോന്നുന്നു, സിറിയസ് പറഞ്ഞു. പക്ഷെ ഹാരിക്ക് അയാൾ കള്ളം പറയുകയാണെന്ന് ഉറപ്പായിരുന്നു. എനിക്ക് വീണ്ടും തീയിലേക്ക് വരാൻ കഴിയുന്ന സമയം ഞാൻ എഴുതി അറിയിക്കാം. ഓക്കെ, നിനക്ക് ആ റിസ്ക് ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ. ഒരു ചെറിയ പോപ്പ് ശബ്ദം ഉണ്ടായി. സിറിയസിന്റെ തല ഉണ്ടായിരുന്ന സ്ഥലം വീണ്ടും തിളങ്ങുന്ന തീജ്വാലയായി. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്റർ 15, ദ ഹോഗ്വാർട്സ് ഹൈ ഇൻക്വിസിറ്റർ. പേഴ്സി തന്റെ കത്തിൽ പരാമർശിച്ച ലേഖനം കണ്ടെത്താൻ പിറ്റേന്ന് രാവിലെ ഹെർമിയോണിക്ക് ഡെയിലി പ്രോഫിറ്റ്
ശ്രദ്ധാപൂർവം ചികയേണ്ടി വരുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. പത്രം കൊണ്ടുവന്ന മൂങ്ങ പാല് തട്ടിമറിക്കാതെ പറഞ്ഞത് ഹെർമിയോനിക്ക് ആശ്വാസമായി. അവൾ പത്രം നീർത്തിയപ്പോൾ ഡൊലോറസ് അംബ്രിഡ്ജിന്റെ ഒരു വലിയ ഫോട്ടോ പുറത്തു വന്നു. അവരെ നോക്കി പതുക്കെ കണ്ണു ചിമ്മുകയും വിശാലമായി പുഞ്ചിരിക്കുകയും ചെയ്യുന്ന ഡൊലോറസ് അംബ്രിഡ്ജ്. അതിന്റെ തലക്കെട്ടിങ്ങനെയായിരുന്നു: വിദ്യാഭ്യാസ പരിഷ്കരണം നടത്താൻ ഉദ്ദേശിക്കുന്ന മന്ത്രാലയം ഡൊലോറസ് അംബ്രിഡ്ജിനെ ചരിത്രത്തിലെ ആദ്യത്തെ ഹൈ ഇൻക്വിസിറ്റർ ആയി നിയമിച്ചു. അംബ്രിഡ്ജ് ഹൈ ഇൻക്വിസിറ്റർ? ഹാരിക്ക് വിശ്വസിക്കാനായില്ല. പകുതി കഴിച്ച ടോസ്റ്റിന്റെ കഷണം അവന്റെ വിരലുകളിൽ നിന്ന് വഴുതി വീണു. എന്താണത്? ഹെർമിയോനി ഉറക്കെ വായിച്ചു. ഇന്നലെ രാത്രി മാജിക് മന്ത്രാലയം ഒരു അപ്രതീക്ഷിത നീക്കമെന്ന നിലയിൽ ഹോഗ്വാർട്സ് സ്കൂൾ ഓഫ് വിച്ച്ക്രാഫ്റ്റ് ആൻഡ് വിസാഡ്രിയിൽ മുമ്പില്ലാത്ത വിധത്തിലുള്ള നിയന്ത്രണം നൽകുന്ന പുതിയ നിയമം പാസാക്കി. കുറച്ചു കാലമായി ഹോഗ്വാർട്സിലെ കാര്യങ്ങൾ മന്ത്രിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. മന്ത്രിയുടെ ജൂനിയർ അസിസ്റ്റന്റ് പേഴ്സി വീസ്ലി പറഞ്ഞു. സ്കൂൾ തങ്ങൾ അംഗീകരിക്കാത്ത ഒരു ദിശയിലേക്ക് നീങ്ങുന്നുണ്ടെന്ന് കരുതുന്ന ഉത്കണ്ഠാകുലരായ മാതാപിതാക്കൾ ഉന്നയിക്കുന്ന ആശങ്കകൾക്ക് അദ്ദേഹം ഇപ്പോൾ പ്രതികരിക്കുന്നു. സ്കൂളിന്റെ ഉന്നമനത്തിനായി മിനിസ്റ്റർ കോർണീലിയസ് ഫഡ്ജ് ഇതാദ്യമായല്ല പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 30 വിദ്യാഭ്യാസ ഉത്തരവ് നമ്പർ 22 പാസാക്കി. നിലവിലെ ഹെഡ്മാസ്റ്റർക്ക് അധ്യാപക തസ്തികയിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിയെ നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ മന്ത്രാലയം ഉചിതമായ ഒരാളെ തിരഞ്ഞെടുക്കണമെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയായിരുന്നു അത്. ഹോഗ്വാർട്സിലെ ടീച്ചിംഗ് സ്റ്റാഫിലേക്ക് ഡൊലോറസ് അംബ്രിഡ്ജിനെ നിയമിച്ചത് അങ്ങനെയാണ്, വീസ്ലി ഇന്നലെ രാത്രി പറഞ്ഞു. ഡംബിൾഡോറിന് ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിനാൽ മന്ത്രി അംബ്രിഡ്ജിനെ നിയമിച്ചു. തീർച്ചയായും അവൾ അതിന് പ്രാപ്തയായിരുന്നു. എന്തായിരുന്നെന്ന് ഹാരി ഉറക്കെ ചോദിച്ചു. നിനക്ക് കുറെ ഉണ്ട്, ഹെർമിയോനി ദയനീയമായി പറഞ്ഞു. അവൾ അതിന് പ്രാപ്തയായിരുന്നു. ഡിഫൻസ് എഗെയിൻസ്റ്റ് ദ ഡാർക്ക് ആർട്സിന്റെ അധ്യാപനത്തിൽ പൂർണ്ണമായ വിപ്ലവം അവൾ സൃഷ്ടിക്കുകയും ഹോഗ്വാർട്സിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മന്ത്രിക്ക് ഉടനടി വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നു. ഹോഗ്വാർട്സ് ഹൈ ഇൻക്വിസിറ്റർ എന്ന പുതിയ സ്ഥാനം സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസ ഉത്തരവ് നമ്പർ 23 മിനിസ്ട്രി പാസാക്കിയിരിക്കുന്നു. ഹോഗ്വാർട്സിലെ നിലവാര തകർച്ചയെക്കുറിച്ച് ചിലർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള മന്ത്രിയുടെ പദ്ധതിയിലെ ആവേശകരമായ ഒരു പുതിയ ഘട്ടമാണിത്, വീസ്ലി പറഞ്ഞു. സഹ അധ്യാപകരെ പരിശോധിക്കാനും അവരുടെ ഗുണനിലവാരം ഉറപ്പാക്കാനും ഇൻക്വിസിറ്ററിന് അധികാരമുണ്ടായിരിക്കും. പ്രൊഫസർ അംബ്രിഡ്ജിന് സ്വന്തം അധ്യാപന തസ്തികയ്ക്ക് പുറമെ ഈ സ്ഥാനവും നൽകിയിരിക്കുന്നു. അവർ അത് സ്വീകരിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. മന്ത്രാലയത്തിന്റെ പുതിയ നീക്കങ്ങൾക്ക് ഹോഗ്വാർട്സിലെ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളിൽ നിന്ന് ആവേശകരമായ പിന്തുണ ലഭിച്ചു. ഡംബിൾഡോർ വസ്തുനിഷ്ഠമായ വിലയിരുത്തലിന് വിധേയമാകുന്നുണ്ടെന്ന് അറിയുമ്പോൾ എനിക്ക് വളരെ ആശ്വാസം തോന്നുന്നു. ഇന്നലെ രാത്രി ബിസ്വിൽഡ്ഷെയർ മാൻഷനിൽ നിന്ന് സംസാരിച്ച 41-കാരനായ മിസ്റ്റർ ലൂഷ്യസ് മാൽഫോയ് പറഞ്ഞു. കുട്ടികളുടെ താൽപ്പര്യങ്ങൾ അറിയാവുന്ന മാതാപിതാക്കൾക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഡംബിൾഡോറിന്റെ ചില വിചിത്രമായ തീരുമാനങ്ങളെക്കുറിച്ച് ആശങ്കയുണ്ട്. കൂടാതെ മന്ത്രാലയം സ്ഥിതിഗതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയുന്നതിൽ സന്തോഷം. ഈ പത്രത്തിൽ മുമ്പ് വിവരിച്ച വിവാദപരമായ സ്റ്റാഫ് നിയമനങ്ങൾ നിസ്സംശയമായും അത്തരം വിചിത്രമായ തീരുമാനങ്ങളിൽ ഉൾപ്പെടുന്നു. അതിൽ വേർവോൾഫ്, റിമസ് ലൂപ്പിൻ, ഹഫ്ജേൻ, റൂബിയസ് ഹാഗ്രിഡ്, വ്യാജനായ മുൻ ഓറർ മാഡായ് മൂഡി എന്നിവരുടെ നിയമനങ്ങളും ഉൾപ്പെടുന്നു. ഒരിക്കൽ ഇന്റർനാഷണൽ കോൺഫെഡറേഷൻ ഓഫ് വിസാർഡ്സിന്റെ സുപ്രീം മഗ്വാംബ്, വിസംഗമോട്ടിന്റെ ചീഫ് വാർലോക്ക് എന്നീ സ്ഥാനങ്ങളിലിരുന്ന ആൽബസ് ഡംബിൾഡോർ ഇനി പ്രശസ്തമായ ഹോഗ്വാർട്സ് സ്കൂളിന്റെ നടത്തിപ്പിന്റെ ചുമതല വഹിക്കാൻ അപര്യാപ്തനാണെന്ന അഭ്യൂഹങ്ങൾ ധാരാളമുണ്ട്. ഇൻക്വിസിറ്ററുടെ നിയമനം ഹോഗ്വാർട്സിന് നമുക്കെല്ലാവർക്കും ആത്മവിശ്വാസം പകരാൻ കഴിയുന്ന ഒരു ഹെഡ്മാസ്റ്റർ ഉണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുള്ള ആദ്യപടിയാണെന്ന് ഞാൻ കരുതുന്നു, മന്ത്രാലയത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ രാത്രി പറഞ്ഞു. ഹോഗ്വാർട്സിൽ ഇൻക്വിസിറ്റർ സ്ഥാനം ഏർപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് മുതിർന്ന വിസംഗമോട്ട് അംഗങ്ങളായ ഗ്രിസൽഡ മാക്ബാങ്സും ടൈബീരിയസ് ഓഗ്ഡനും രാജിവച്ചു. ഹോഗ്വാർട്സ് ഒരു സ്കൂളാണ്, കൊർണീലിയസ് ഫഡ്ജിന്റെ ഓഫീസ് കോളനിയല്ല, മാഡം മാർച്ച്ബങ്സ് പറഞ്ഞു.
ആൽബസ് ഡംബിൾഡോറിനെ അപകീർത്തിപ്പെടുത്താനുള്ള കൂടുതൽ മ്ലേച്ഛമായ ശ്രമമാണിത്. മാഡം മാർച്ച്ബാങ്ക്സിന് ഗോബ്ലിൻ ഗ്രൂപ്പുകളുമായുള്ള ബന്ധത്തെക്കുറിച്ച് പൂർണ്ണമായ വിവരണത്തിന് 17 പേജ് കാണുക. ഹെർമിയോണി വായന പൂർത്തിയാക്കി മേശയ്ക്ക് അപ്പുറത്തുള്ള മറ്റ് 2 പേരെയും നോക്കി. ഇപ്പോൾ അംബ്രിഡ്ജ് എവിടെ എത്തിയെന്ന് നമുക്ക് മനസ്സിലായി. ഫഡ്ജ് ഈ വിദ്യാഭ്യാസ ഉത്തരവ് പാസാക്കി അവളെ നമ്മളുടെ അധികാരിയാക്കി. അയാൾ അവൾക്ക് മറ്റ് അധ്യാപകരെ പരിശോധിക്കാനുള്ള അവകാശം കൂടി നൽകിയിരിക്കുന്നു. ഹെർമിയോണി വേഗത്തിൽ പൂർത്തിയാക്കി. അവളുടെ കണ്ണുകൾ തിളങ്ങുകയായിരുന്നു. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. എനിക്കിത് അറിയാമായിരുന്നു, ഹാരി പറഞ്ഞു. അവൻ മേശപ്പുറത്ത് മുറുകെ പിടിച്ചിരുന്ന തന്റെ വലതു കൈയിലേക്ക് നോക്കി. അംബ്രിഡ്ജ് തന്റെ ചർമ്മത്തിൽ നിർബന്ധിച്ച് കോരെടുത്ത വാക്കുകളുടെ മങ്ങിയ രൂപരേഖ കണ്ടു. പക്ഷേ റോണിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. എന്താ? ഹാരിയും ഹെർമിയോണിയും ഒരുമിച്ച് അവനെ തുറച്ചു നോക്കി. ഓ, മക്ഗോണാഗലിനെ പരിശോധിക്കുന്നത് കാണാൻ എനിക്ക് കൊതിയായി, റോൺ സന്തോഷത്തോടെ പറഞ്ഞു. അവൾ എന്തിനോടാണ് കളിക്കാൻ പോകുന്നതെന്ന് അംബ്രിഡ്ജിന് അറിയില്ല. വേഗം വാ. ഹെർമിയോണി ചാടി എഴുന്നേറ്റു. നമുക്ക് വേഗം പോകാം. അവൾ ബിൻസിന്റെ ക്ലാസ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ വൈകിക്കാൻ പാടില്ല. പക്ഷേ പ്രൊഫസർ അംബ്രിഡ്ജ് അവരുടെ ഹിസ്റ്ററി ഓഫ് മാജിക് പരിശോധിക്കാൻ എത്തിയില്ല. കഴിഞ്ഞ തിങ്കളാഴ്ചയെ പോലെ തന്നെ വിരസമായ ഒരു ക്ലാസ്. സ്നേപ്പിന്റെ ഡബിൾ പോർഷൻസിന്റെ ക്ലാസ്സിലും അവൾ വന്നില്ല. സ്നേപ്പ് ഹാരിയുടെ മൂൺസ്റ്റോൺ ഉപന്യാസം മുകളിലെ മൂലയിൽ ഒരു വലിയ കൂർത്ത കറുത്ത ഡി വരച്ചുകൊണ്ട് അവന് തിരികെ നൽകി. നിങ്ങളുടെ ഔളിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഗ്രേഡുകൾ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സ്നേപ്പ് ഒരു പുഞ്ചിരിയോടെ അവർക്കിടയിലൂടെ നീങ്ങി. ഇത് നിങ്ങൾക്ക് പരീക്ഷയെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ തരും. സ്നേപ്പ് ക്ലാസിന്റെ മുന്നിലെത്തി അവരെ അഭിമുഖീകരിച്ചു. ഈ ഗൃഹപാഠത്തിന്റെ പൊതുനിലവാരം വളരെ മോശമായിരുന്നു. ഇത് നിങ്ങളുടെ പരീക്ഷയായിരുന്നെങ്കിൽ നിങ്ങളിൽ മിക്കവരും പരാജയപ്പെടുമായിരുന്നു. വിഷത്തിനുള്ള വിവിധ തരം പ്രതിവിധികളെക്കുറിച്ചുള്ള ഈ ആഴ്ചയിലെ ഉപന്യാസത്തിന് കൂടുതൽ പരിശ്രമം പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഡി ഗ്രേഡ് വാങ്ങുന്ന മഹാന്മാർക്ക് ഞാൻ ഡിറ്റൻഷനുകൾ നൽകി തുടങ്ങേണ്ടി വരും. മാൽഫോയ് പല്ലിളിച്ചപ്പോൾ അയാൾ പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ചിലർക്കൊക്കെ ഡി കിട്ടിയല്ലോ. തനിക്ക് എത്ര ഗ്രേഡ് ലഭിച്ചുവെന്നറിയാൻ ഹെർമിയോണി ഒളിഞ്ഞു നോക്കുകയാണെന്ന് ഹാരി മനസ്സിലാക്കി. ആ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതാണ് നല്ലതെന്ന് കരുതി അവൻ മൂൺസ്റ്റോൺ ഉപന്യാസം എത്രയും വേഗം തന്റെ ബാഗിലേക്ക് തിരുകി വെച്ചു. ഈ ക്ലാസ്സിൽ സ്നേപ്പിന് ഒരു കാരണവും നൽകരുതെന്ന ദൃഢനിശ്ചയത്തോടെ ബ്ലാക്ക് ബോർഡിലെ നിർദ്ദേശങ്ങളുടെ ഓരോ വരിയും ഹാരി കുറഞ്ഞത് 3 തവണയെങ്കിലും ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് വായിച്ചു. അവന്റെ സ്ട്രെങ്തനിങ് സൊല്യൂഷൻ ഹെർമിയോണിയുടേതുപോലെ വ്യക്തമായ ടർക്കോയിസ് ഷെയ്ഡ് ആയിരുന്നില്ല. പക്ഷേ നെവിലിൻ്റേതുപോലെ പിങ്കുമായിരുന്നില്ല. പകരം നീലയായിരുന്നു. ക്ലാസിന്റെ അവസാനം അവനതൊരു ഫ്ലാസ്കിലാക്കി സ്നേപ്പിന്റെ മേശയിലേക്ക് എത്തിച്ചു. ധിക്കാരവും ആശ്വാസവും കലർന്ന ഒരു വികാരത്തോടെ. കഴിഞ്ഞ ആഴ്ചയിലെ പോലെ മോശമായില്ലല്ലോ അല്ലേ? നിലവറയിൽ നിന്ന് പുറത്തേക്കുള്ള പടികൾ കയറി ഉച്ചഭക്ഷണത്തിനായി എൻട്രൻസ് ഹാൾ കടന്നു പോകുമ്പോൾ ഹെർമിയോണി ചോദിച്ചു. ഹോംവർക്കും അത്ര മോശമായിട്ടുണ്ടാകില്ല അല്ലേ? റോണും ഹാരിയും മറുപടി പറയാത്തപ്പോൾ അവൾ തുടർന്നു. ഞാൻ ഉദ്ദേശിച്ചത്, അതായത് അദ്ദേഹം ഔൾ സ്റ്റാൻഡേർഡിലാണ് മാർക്കിടുന്നതെങ്കിൽ ഞാൻ ടോപ്പ് ഗ്രേഡ് പ്രതീക്ഷിച്ചതേ ഇല്ല. പക്ഷേ ഒരു പാസെങ്കിലും കിട്ടുന്നത് വളരെ നന്നായിരിക്കും അല്ലേ? ഹാരി ഒട്ടും താല്പര്യമില്ലാത്ത ഒരു ശബ്ദം പുറപ്പെടുവിച്ച് അവൾക്ക് മറുപടി നൽകി. തീർച്ചയായും പരീക്ഷയ്ക്കിടയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാം. നമുക്ക് മെച്ചപ്പെടുത്താൻ ധാരാളം സമയമുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഗ്രേഡുകൾ ഒരു അടിത്തറയാണല്ലേ, നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയുന്ന ഒന്ന്. അവർ ഒരുമിച്ച് ഗ്രിഫിൻഡോർ മേശയിൽ ഇരുന്നു. എനിക്കൊരു ഓ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ സന്തോഷിച്ചേനെ. ഹെർമിയോണി, റോൺ രൂക്ഷമായി വിളിച്ചു. ഞങ്ങൾക്ക് എത്ര ഗ്രേഡുകൾ ലഭിച്ചു എന്നറിയണമെങ്കിൽ നേരെ ചോദിക്കാം. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചില്ല. ശരി, നിങ്ങൾക്ക് എന്നോട് പറയാൻ കുഴപ്പമില്ലെങ്കിൽ എനിക്ക് B ആണ് കിട്ടിയത്. റോൺ തന്റെ പാത്രത്തിലേക്ക് സൂപ്പ് പകർന്നുകൊണ്ട് പറഞ്ഞു. സന്തോഷമായോ?
അതിൽ ലജ്ജിക്കേണ്ട കാര്യമൊന്നുമില്ല. ജോർജും ലീ ജോർദാനുമൊത്ത് മേശയ്ക്കരികിലേക്ക് എത്തിയ ഫ്രെഡ് ഹാരിയുടെ വലതുവശത്തിരുന്ന് പറഞ്ഞു, നല്ല ഒരു പി കിട്ടുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഹെർമിയോണിയുടെ സംശയം തീർന്നില്ല. പി എന്നതിന്റെ അർത്ഥം പുവർ. അതെ, ലീ ജോർദാൻ പറഞ്ഞു. എന്നാലും ഡിയേക്കാൾ നല്ലതാണ് ഡ്രെഡ്ഫുൾ. തന്റെ മുഖം ചൂടാകുന്നത് ഹാരിക്ക് മനസ്സിലായി. അവൻ തന്റെ റോൾ നോക്കി കള്ളച്ചുമ അഭിനയിച്ചിരുന്നു. ഹെർമിയോണി ഔട്ട് ഗ്രേഡുകളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ അവന് സങ്കടം തോന്നി. അപ്പോൾ ടോപ്പ് ഗ്രേഡിന്റെ ഓ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് സൂചിപ്പിക്കുന്നു. അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെ എ അല്ലല്ല ഇ. ജോർജ് അവളെ തിരുത്തി. ഇ എന്നാൽ എക്സീഡ്സ് എക്സ്പെക്ടേഷൻ എന്നാണ്. ഫ്രെഡിനും എനിക്കും എല്ലാത്തിലും സത്യത്തിൽ ഇ ലഭിക്കേണ്ടതാണ്. കാരണം പരീക്ഷയ്ക്ക് ഞങ്ങൾ എത്തിയത് തന്നെ പ്രതീക്ഷകൾക്ക് അതീതമാണ്. ഹെർമിയോണി ഒഴികെ എല്ലാവരും ചിരിച്ചു. അവൾ ചോദിച്ചു, അപ്പോൾ ഇ കഴിഞ്ഞാൽ എ അക്സെപ്റ്റബിൾ അല്ലേ? അവസാനത്തെ പാസ് ഗ്രേഡ്? അതെ, ഫ്രെഡ് ശരിവച്ചു. ഒരു റോൾ മുഴുവൻ സോപ്പിൽ മുക്കി വായിലേക്ക് തിരുകി അവൻ അത് മുഴുവനായി വിഴുങ്ങി. പിന്നീട് പി പുവർ. റോൺ തന്റെ 2 കൈകളും ഉയർത്തിപ്പിടിച്ച് ഒരു പരിഹാസ പ്രകടനം നടത്തി. പിന്നെ ഡ്രെഡ്ഫുളിന്റെ ഡി. എന്നിട്ട് ടി. ജോർജ് അവനെ ഓർമ്മിപ്പിച്ചു. ടി? ഹെർമിയോണി അങ്കലാപ്പിലായി. ഡിയിലും താഴെയുണ്ടോ? ടി എന്നാൽ എന്താ? ട്രോൾ. ജോർജ് പെട്ടെന്ന് പറഞ്ഞു. ജോർജ് തമാശ പറയുകയാണോ അല്ലയോ എന്ന് മനസ്സിലാകാതെ ഹാരിയും ചിരിച്ചു. തന്റെ എല്ലാ ആളുകളിലും ടി ലഭിച്ചിട്ടുണ്ടെന്ന് ഹെർമിയോണിയിൽ നിന്ന് മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന തന്നെ അവൻ സങ്കല്പിച്ചു. ഇനി മുതൽ കൂടുതൽ കഠിനാധ്വാനം ചെയ്യാൻ ഉടൻ തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. ബാക്കി പോർഷനുമായി ഞാൻ വേഗം വരാം. അതുവരെ എല്ലാവരും സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. താങ്ക് യു.